നിങ്ങൾ ഇന്റലക്ച്വൽ റിട്ടയർമെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? കടമകളെല്ലാം കഴിഞ്ഞു, എല്ലാം നേടി, മക്കളെ നന്നായി വളർത്തി, ഇനി എല്ലാത്തിൽ നിന്നും വിശ്രമിക്കാം എന്ന് പറഞ്ഞ് റിട്ടയർമെന്റ് ജീവിതത്തിലേക്ക് കടക്കുന്ന മുതിർന്നവരെ നാം കണ്ടിട്ടുണ്ടാവും. ഈ മെസ്സേജ് അവരിലേക്ക് എത്തിക്കുക. നിരന്തരം പല പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നവർ പെട്ടെന്ന് ഒരു ദിവസം ബൗദ്ധികവും ശാരീരികവുമായ വിരമിക്കൽ നടത്തുമ്പോൾ ആദ്യമൊക്കെ എക്സൈറ്റിംഗ് ആയി തോന്നിയാലും പതിയെ പതിയെ ഈ അവസ്ഥ മാനസിക പിരിമുറുക്കങ്ങളിലേക്ക് നയിക്കാൻ ചാൻസ് ഉണ്ട്. മെൻ്റൽ ഹെൽത്തിലുണ്ടാവുന്ന ഡിറ്റീരിയോറേഷൻ പതിയെ ഫിസിക്കൽ ഹെൽത്തിനെയും ബാധിച്ചു തുടങ്ങും. ഇപ്പോഴത്തെ പല ഓൺഗോയിങ് സ്റ്റഡീസും പറയുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടുതലായി വരുന്നത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെക്കാൾ ജീവിതത്തിലെ ഐഡിൽനെസ് സ്റ്റേജിലെത്തിയവർക്കാണ് എന്നാണ്. ഡിസെൻചാൻമെൻറ്റ് എന്നാണ് ഈ ഒരു ഫേസിനെ പറയുന്നത് തന്നെ. എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സ്റ്റേ ആക്റ്റീവ് ആൻഡ് മൂവിങ്. ചെറിയ എക്സസൈസസ്, വാക്കിംഗ്, ഇതെല്ലാം ചെയ്യാവുന്നതാണ്. സോഷ്യൽ ഇൻട്രാക്ഷൻ, സംസാരിക്കാനുള്ള ഇടങ്ങൾ കണ്ടെത്തുക. ജീവിതത്തിൽ അറിഞ്ഞതും അനുഭവിച്ചതുമെല്ലാം അടുത്ത തലമുറയ്ക്കായി പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ എഴുതാം. അങ്ങനെ സോഷ്യൽ കോൺട്രിബ്യൂട്ടേഴ്സായി മാറുക. ഇഷ്ടപ്പെട്ട ഹോബികൾ ചെയ്യുക, സ്ക്രീൻ ടൈംസ് കുറയ്ക്കുക, യാത്രകൾ ചെയ്യാൻ കഴിയുന്നതുപോലെ ചെയ്യുക, നല്ലൊരു സ്ലീപ്പ് ഷെഡ്യൂൾ ഫോളോ ചെയ്യുക. ഇനി പുതിയതായി എന്തെങ്കിലും പഠിക്കാൻ തയ്യാറാവുക. വൺസ് യു സ്റ്റോപ്പ് ലേണിംഗ് യു സ്റ്റാർട്ട് ഡൈയിങ് എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞത് ഓർക്കുക. ഏതെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങണമെങ്കിൽ മടിച്ചു നിൽക്കാതെ തുടങ്ങുക. ഓർക്കുക, നമുക്കെല്ലാം സുപരിചിതമായ KFCയുടെ ആദ്യത്തെ ഫ്രാഞ്ചൈസ് കേണൽ സാൻഡേഴ്സ് തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ 62-ാം വയസ്സിലാണ്. അപ്പോൾ സ്വപ്നങ്ങൾക്കോ നേട്ടങ്ങൾക്കോ പ്രായമില്ല, നമ്മുടെ മനസ്സാണ് പ്രായം നിശ്ചയിക്കുന്നത്. ഇങ്ങനെയെല്ലാം റിട്ടയർമെൻറ്റ് ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ആഘോഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഹാപ്പിനെസ്.